അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, HSM എന്ന പേരിൽ അഥവാ ഹൈദർ അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം ഈ മാസം അഥവാ ജനുവരി 14 ഞായറാഴ്ച 9 മണി മുതൽ 11 മണി വരെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ മുഴുവൻ സമസ്തയുടെ മദ്രസയിലും സ്കോളർഷിപ്പ് പരീക്ഷ നടക്കുന്നതാണ്. അതിൽ പ്രത്യേകമായ ഒരു OMR രൂപത്തിലുള്ള ആൻസർ ഷീറ്റിലായിരിക്കും പരീക്ഷ എഴുതുക. സാധാരണ പരീക്ഷ നടക്കുന്നതിനുപരി ചില പ്രത്യേകമായ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ചിലത് പറയാണ്. പരീക്ഷ തുടങ്ങുന്നതിന്റെ 15 മിനിറ്റ് മുമ്പ് തന്നെ പരീക്ഷ ഹാളിൽ എത്തിച്ചേരേണ്ടതാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് വൈകി വരുന്നവർക്ക് ഒരിക്കലും എഴുതാൻ അനുവദിക്കുന്നതല്ല. പരീക്ഷ ഹാളിൽ ഫോണ്, പുസ്തകം എന്നിവ കൈവശം വെക്കാൻ പാടില്ല. വെച്ചെഴുതാൻ റൈറ്റിംഗ് പാഡ് മാത്രം ഉപയോഗിക്കാവൂ. ന്യൂസ് പേപ്പർ, മാസിക പോലത്തതൊന്നും അനുവദിക്കില്ല. മറ്റൊന്ന്, പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് നിർബന്ധമായും കൊണ്ടുവരണം. ഉത്തര പേപ്പറിൽ നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ രജിസ്റ്റർ നമ്പറും ചോദ്യപേപ്പർ കോഡ് ലെറ്ററും നിർബന്ധമായും എഴുതുക. ഉത്തര പേപ്പറിൽ നിങ്ങളുടെയോ മദ്രസയുടെയോ പേര് എഴുതാൻ പാടുള്ളതല്ല. പരീക്ഷാ സമയം 2 മണിക്കൂറായിരിക്കും. ആകെ 50 ചോദ്യങ്ങളായിരിക്കും. 50 ചോദ്യങ്ങളിൽ പാർട്ട് 1 25 ചോദ്യങ്ങൾ നബി ചരിത്രം ഒരാമുഖം എന്ന പുസ്തകത്തിൽ നിന്നും, പാർട്ട് 2 15 ചോദ്യങ്ങൾ 1 മുതൽ 5 വരെയുള്ള മദ്രസ പാഠപുസ്തകത്തിൽ നിന്നും, പാർട്ട് 3 10 ചോദ്യങ്ങൾ ജനറൽ, സമസ്ത എന്നിങ്ങനെ 3 പാർട്ടായിരിക്കും. പരമാവധി 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓരോ ശരിയുത്തരത്തിനും 2 മാർക്ക് ലഭിക്കുന്നതും തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറക്കുന്നതുമായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നർത്ഥം. ഏതെങ്കിലും ചോദ്യത്തിന് ഒന്നും അടയാളപ്പെടുത്തിയില്ലെങ്കിൽ അത് തെറ്റായ ഉത്തരമായി പരിഗണിക്കുന്നതല്ല. ഓരോ ചോദ്യത്തിനും 4 ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഉത്തര പേപ്പറിൽ അനുയോജ്യമായ കോഡിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കയുടെ ടിക്ക് ചെയ്യാണ് വേണ്ടത്. ടിക്ക് അടയാളപ്പെടുത്താൻ കറുപ്പ് അല്ലെങ്കിൽ നീല മഷിയുള്ള പേന മാത്രം ഉപയോഗിക്കാവൂ. പെൻസിൽ കൊണ്ട് ടിക്ക് അടയാളപ്പെടുത്തിയതും ഒരു ചോദ്യത്തിന് ഒന്നിലധികം ടിക്ക് അടയാളപ്പെടുത്തിയതും തെറ്റായ ഉത്തരമായി മാത്രമേ പരിഗണിക്കൂ. ഉത്തര പേപ്പറിലെ സ്റ്റുഡന്റ് സൈൻ എന്ന കള്ളിയിൽ നിങ്ങൾ ഒപ്പിട്ടതിനു ശേഷമേ തിരിച്ചു നൽകാവൂ. ചോദ്യപേപ്പർ കിട്ടിയാൽ ഉടൻ മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതി ഒപ്പിടണം. ഇതാണ് നിങ്ങൾ എഴുതുന്ന പരീക്ഷയുടെ ആൻസർ ഷീറ്റ്. OMR രൂപത്തിലാണ്. ഇതിൽ നിർദ്ദേശങ്ങൾ നമുക്ക് ഫസ്റ്റ് വായിക്കാം. 4 നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ട്, ഒന്നാമതായി നിങ്ങൾ രജിസ്റ്റർ നമ്പറും ചോദ്യപേപ്പറിന്റെ കോഡ് നമ്പറും തെറ്റാതെ എഴുതുക. രണ്ടാമത്തത്, നീല അല്ലെങ്കിൽ കറുപ്പ് പേൻ ഉപയോഗിച്ച് ഒരു ഉത്തരത്തിൽ മാത്രം ടിക്ക് ചെയ്യുക. വെട്ടലും തിരുത്തലും ഉണ്ടാവരുത്. മൂന്നാമതായി, ഒരു ശരി ഉത്തരത്തിന് 2 മാർക്ക്, ആകെ 100 മാർക്ക്. തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയും. നാലാമതായി, ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തെറ്റായ ഉത്തരമായി പരിഗണിക്കുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് കാര്യമായി ആൻസർ ഷീറ്റ് ശ്രദ്ധിക്കാനുള്ളത്. ആദ്യമായി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യപേപ്പർ കോഡ് എന്ന കോളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് എഴുതുക. പിന്നെ രജിസ്റ്റർ നമ്പർ നിർബന്ധമായും തെറ്റാതെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ ഹോൾ ടിക്കറ്റിലുള്ള ആ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 എന്നിങ്ങനെ 3 പാർട്ടായിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ പാർട്ടിൽ 25 ചോദ്യങ്ങൾ, രണ്ടാമത്തെ പാർട്ടിൽ 15 ചോദ്യങ്ങൾ, മൂന്നാമത്തെ പാർട്ടിൽ 10 ചോദ്യങ്ങൾ. ഇങ്ങനെ 50 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കുണ്ടാവുക. 4 ഓപ്ഷൻസ് ഉണ്ടാവുക. ABCD 4 കോഡിലായിരിക്കും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഏതാണോ ശരി, ഇപ്പൊ ഇവിടെ 1 ബി ആണ്. ബി എന്ന ഓപ്ഷനാണ് ശരിയെങ്കിൽ ആ താഴെയുള്ള കോളത്തിൽ ടിക്കാണ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ടിക്കാണ് ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ഉത്തരത്തിൽ ഡി ആണ് കറക്റ്റ് ആൻസർ എങ്കിൽ അവിടെയും ടിക്ക് ചെയ്യുക. പാർട്ട് 2ലും അങ്ങനെ തന്നെ.
ഇപ്പൊ 26ാമത്തെ നമ്പർ എ ആണ് ശരിയെങ്കിൽ ടിക്ക് ചെയ്യുക. പാർട്ട് 3 41ാമത്തെ ക്വസ്റ്റ്യന് സി ആണ് ശരിയെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. ഇങ്ങനെ മുഴുവനായിട്ടും ടിക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊരിക്കൽ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നെഗറ്റീവ് മാർക്കുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ തെറ്റിയാൽ 1 മാർക്കാണ് കുറയുക. 2 മാർക്കാണ് ഒരു ചോദ്യത്തിനുള്ളത്. പക്ഷെ അത് തെറ്റിപ്പോയാൽ, ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ 1 മാർക്ക് കുറക്കുന്നതായിരിക്കും. ഇവിടെ താഴെ നോക്കൂ, സ്റ്റുഡന്റ് സൈൻ, അത് നിങ്ങളെ സൈനാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇൻവിലേറ്റർ സൈൻ, വരുന്ന ഉസ്താദന്മാരുടെ സൈനാണ് ചെയ്യേണ്ടത്. മൂന്നാമതായി പരീക്ഷ വാല്യുവേഷൻ ചെയ്യുന്ന, പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ആളുടെ സൈനാണ്. പിന്നെ മാർക്ക്, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സൈനും ചോദ്യപേപ്പർ കോഡ് എന്ന കോളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ കോഡ് ഉണ്ടായിരിക്കും, ആ കോഡ് എഴുതുക. പിന്നെ രജിസ്റ്റർ നമ്പർ നിർബന്ധമായും തെറ്റാതെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ ഹോൾ ടിക്കറ്റിലുള്ള ആ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അള്ളാഹു നമുക്ക് ഉന്നതമായ റാങ്ക് നൽകാൻ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.